السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. سنعذبهم مرتين ثم يردون إلى عذاب عظيم. സ്നേഹ സമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ദുബായ് അൽക്കൂസ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ സംഘടിപ്പിച്ച വൈജ്ഞാനിക സദസ്സിലാണ് നാം ഉള്ളത്. വളരെ സന്തോഷത്തോടുകൂടി ഈ മഹത്തായ ഇൽമിൻ്റെ മജ്‌ലിസിൽ സംഗമിച്ചതുപോലെ നാളെ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസികൾക്കു വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്ത സ്വർഗീയ ആരാമത്തിൽ ഇതുപോലെ സംബന്ധിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും നന്നാവണം, നല്ലവരാകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പ്രത്യേകിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളും സ്വാഭാവികമായും ഒരു തീരുമാനമെടുക്കും, ഇൻഷാ അല്ലാഹ് ഈ വർഷം മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും, ഒരു മാറ്റമുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ഭാര്യയും ആഗ്രഹിച്ചു പോകും, എൻ്റെ ഭർത്താവ് നന്നാകണം. ഏതൊരു ഭർത്താവും ആഗ്രഹിച്ചു പോകും, എൻ്റെ ഭാര്യ നന്നാകണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ
ആഗ്രഹിച്ചു പോകും. ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കൾ അവർ ഉയരണം, അവർ വളരണം, അവർ നന്നാകണം, സമൂഹത്തിൽ ഉത്തമരാകണം, ദീനീ ചിട്ടയുള്ളവരായി മാറണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ ഗൗരവമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ നന്നാവാനുള്ള, മനുഷ്യനെ മാറ്റുവാനുള്ള ഏറ്റവും നല്ല ഒരു വഴി, ഒരു മാർഗമെന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിച്ചാൽ എന്താണ് സംഭവിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ പിടഞ്ഞു വീണ് മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, അവനിൽ മാറ്റമുണ്ടാകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. പടച്ചവനെ, അടുത്ത സെക്കൻഡിൽ എൻ്റെ ചലനമറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഭൗതിക ശരീരം 6 അടി മണ്ണിലേക്ക് എടുത്തു വെക്കുമല്ലോ എന്ന ആ ഒരു ബോധം നമ്മുടെ ഹൃദയ ഭിത്തികളിൽ അള്ളിപ്പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, യാതൊരുവിധ സംശയവും ഇല്ല. മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, മുൻഗാമികളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. വളരെ മോശമായി നടന്നിരുന്ന ആളുകളിൽ പോലും പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി അവരാലോചിച്ചു. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കെന്ത് സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും, എനിക്കെത്ര വലിയ ഖൈറ് ഈ ദുനിയാവിലുണ്ടെങ്കിലും ശരി, ഞാൻ പോയി കിടക്കേണ്ടത് 6 അടി മണ്ണിലാണല്ലോ എന്ന ബോധമാണ് മുൻഗാമികളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കിയത്, പരിവർത്തനമുണ്ടാക്കിയത് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസാരക്കാരനല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ് എന്ന് കേട്ട മഹാനാണ്. ആ പ്രഗത്ഭനായ സ്വഹാബി അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിച്ച് ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് പാറി പക്ഷികൾ കളിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, പക്ഷി നീ എത്ര ഭാഗ്യമുള്ള പക്ഷിയാണ്, ഞാനും നിന്നെപ്പോലെ ഒരു പക്ഷിയായിരുന്നെങ്കിൽ, ഒരു പറവയായിരുന്നെങ്കിൽ എനിക്ക് ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും മരണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരുന്നില്ല, മരണശേഷം മറമാടുന്ന ഖബറിനെ കുറിച്ചൊരു സെക്കൻഡ് പോലും ആലോചിച്ച് എനിക്ക് സങ്കടപ്പെടേണ്ടിയിരുന്നില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ ജീവിതത്തിൽ ഗൗരവമായി മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഖബറിലെ അവസ്ഥകളെക്കുറിച്ചും നിരന്തരമായി ഓർത്തിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത
താരീഖിൻ്റെ കിതാബുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അദ്ദേഹം വലിയ താടി നീട്ടി വളർത്തിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ താടി ഇങ്ങനെ നീണ്ട് അത് നെഞ്ചകത്തേക്ക് തൂങ്ങിയിരുന്നു എന്നാണ്. ഇത്രയും നീളമുള്ള നീട്ടി താടി വളർത്തിയ ആ പ്രഗത്ഭനായ സ്വഹാബി, ആ സ്വഹാബി ഖബർ കാണുമ്പോൾ പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ യബുല്ല ലഹിയതഹു, നെഞ്ചകത്തേക്ക് തൂങ്ങിയ അദ്ദേഹത്തിൻ്റെ ആ താടിരോമങ്ങൾ മുഴുവനായി നനഞ്ഞു കുതിർന്ന് അദ്ദേഹത്തിൻ്റെ താടിരോമങ്ങളിൽ നിന്ന് ഉറ്റിവീടുന്ന ആ കണ്ണുനീർ തുള്ളികൾ മരുഭൂമിയുടെ പരുത്ത പ്രതലത്തെ നനയിപ്പിച്ചു കളഞ്ഞു എന്നാണ്. നോക്കണം, എന്തേ? ഖബർ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടി വരികയാണ്. ഖബർ കണ്ടപ്പോൾ അദ്ദേഹം തേങ്ങി തേങ്ങി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരയുകയാണ്. ഈ സമയത്ത് അദ്ദേഹം ചോദിക്കപ്പെട്ടു, അല്ല ഉസ്മാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗത്തെപ്പറ്റി പറയാറുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നരകത്തിൻ്റെ അതിഭീകരമായ ബീഭത്സകമായ അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ അങ്ങ് കരയാറില്ലല്ലോ, വതബ്കി മിൻ ഹാദാ, പക്ഷേ ഈ ഖബർ കാണുമ്പോൾ അങ്ങിങ്ങനെ തേങ്ങി തേങ്ങി പൊട്ടി പൊട്ടി കൊച്ചുകുട്ടികളെപ്പോലെ ഇങ്ങനെ കരയുന്നത് എന്താണ്? ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ. എൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ്റെ പാരത്രിക ജീവിതയാത്രയിൽ ഒന്നാമത്തെ ഭവനമാണ്, ഒന്നാമത്തെ വീടാണ് ഖബർ. അവിടെ ഒരാൾ പരാജയപ്പെട്ടാൽ അവൻ്റെ ജീവിതം പിന്നെ നാശമാണത്, മോശമാണ്. അവിടെ ഒരാൾ ജയിച്ചാൽ തുടർന്നുള്ളവൻ്റെ ജീവിതം ശുഭസൂചകമാണ്, സുന്ദരമാണെന്ന് എൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവിടെ നിന്ന് മൊഴിയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞു പോകുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറുപടി നൽകുകയാണ്. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയനായ ഉമർ ഉസ്സാനി, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും രാഷ്ട്രീയപരവുമായ നേതൃത്വം ഏറ്റെടുത്ത ഉന്നതനായ വ്യക്തിത്വം. അദ്ദേഹം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഓർത്ത ആളായിരുന്നു. ഖബർ ജീവിതത്തെക്കുറിച്ച് നിരന്തരമായി ആലോചിക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, അദ്ദേഹം ഭരണാധികാരിയായി ചുമതലയേറ്റ ദിവസം തന്നെ സഖാക്കളുടെ, അവിടുത്തെ സുഹൃത്തുക്കളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, എനിക്ക് 2 സൗകര്യങ്ങൾ വേണ്ട. ഭരണാധികാരികൾക്കുണ്ടാകുന്ന, ഉമവിയ ഭരണാധികാരികൾക്ക് പ്രത്യേകമായി ഉണ്ടായിരുന്ന 2 വലിയ അനുഗ്രഹങ്ങൾ, വലിയ 2 സൗകര്യങ്ങൾ. എന്താണ് സൗകര്യങ്ങൾ? ഒന്നവർക്ക് പ്രത്യേകമായി ഖലീഫയെ, നേതാവിനെ സംരക്ഷിക്കാൻ പ്രത്യേകമായ സൈന്യം ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പ്രൊട്ടക്ഷൻ്റെയും ആവശ്യമില്ല, എന്നെ സഹായിക്കാൻ, എനിക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യാൻ ഒരു വ്യൂഹത്തിൻ്റെയും ഒരു സേനയുടെയും ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് എനിക്ക് പ്രത്യേകമായ കൊട്ടാരത്തിൻ്റെ ആവശ്യമില്ല. അവിടെ ഭരണാധികാരിയായി ചുമതല ഏൽക്കുന്ന വ്യക്തിക്ക് താമസിക്കാൻ പ്രത്യേകമായ സുന്ദരമായ ഒരു ഭവനം, ഒരു കൊട്ടാരം അവിടെ